എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രാധികാമ്മയും വരുണും വലിയ പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കുകയാണ്. രാധികാമ്മയോട് വരുൺ പറയുന്നുണ്ട്, ഗോവിന്ദേട്ട ബാറിൽ പോയി വന്നതിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഇത്രയും ദിവസം ഗീതുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെടുന്ന ഗോവിന്ദേട്ടനാ. പക്ഷെ ഇപ്പം കണ്ട ഗോവിന്ദേട്ടൻ എന്തൊരു മാറ്റമാന്ന് നോക്കിയേ. ഗോവിന്ദേട്ടൻ ഗീതുവിനെ പൊക്കി പറഞ്ഞ കേട്ടോ അമ്മേ, ഒരു കാരണവശാലും ഇത് നമുക്ക് നല്ലതിനല്ല എന്ന് പറയണം. രാധിക പറഞ്ഞു, ശരിയാ നീ പറഞ്ഞത്. ബാറിൽ പോയി വന്നതിന് ശേഷം ഗീതുവിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നുണ്ട്. ഭയങ്കര പ്രേമത്തോടു കൂടിയാ സംസാരിക്കുന്നത്. അത് നമുക്ക് ആപത്താ വരണേ. അങ്ങനെ ഒരിക്കലും സംഭവിച്ചു കൂടാന്ന് പറയാം. വരും പറഞ്ഞ് ഇനി എന്ത് ചെയ്യുമേ, എന്തായാലും ഒരു മാർഗം കണ്ടെത്തേണ്ടതെന്ന് ചോദിക്കണം. അത് ശരിയാ നീ പറഞ്ഞേ, അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. അതിനുവേണ്ടി ഒരു മാർഗം കണ്ടെത്തണമെന്ന് പറയാം. പക്ഷെ ഇതിനെല്ലാം പിന്നിലെ അജാസാന്ന് തോന്നേ. കഴിഞ്ഞ ദിവസം ബാറി വെച്ച് അവൻ എന്തേലുമൊക്കെ പറഞ്ഞു കാണും കണ്ണനോട്. അതാ കണ്ണൻ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ ഗീതുവിനെ അവൻ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതൊരിക്കലും പാടില്ല എന്ന് പറയണം. ഭാര്യം പറഞ്ഞ അതിനിപ്പോ എന്ത് ചെയ്യാൻ അമ്മ ഉദ്ദേശിക്കുന്നേ? അതിനൊക്കെ നമുക്കൊരു വഴിയുണ്ടെന്ന് പറയണം. ആ അജാസിനെ ആദ്യം നമ്മൾ തുരത്തണം. അതായിരുന്നു ആദ്യം ചെയ്യേണ്ടിരുന്നത്. കുഴപ്പമില്ല, ഇനി അതിനുള്ള സമയം വരും. പക്ഷെ ഇപ്പൊ ഗീതുവിനോട്ടൊരു അടി കൊടുക്കാൻ പറ്റിയ സമയമെന്ന് പറയണം. ഗീതുവിന്റെ ഉള്ളില് സ്നേഹമല്ല, ഗീതുവിന്റെ മാനസിക നില തന്നെ തെറ്റിയിരിക്കുക. നമുക്ക് ഗോവിന്ദനെ വിശ്വസിപ്പിക്കണം. അതിന് വേണ്ടത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് പറയാം. അതെങ്ങനെ നടക്കും നമ്മ പറ. മുമ്പായിരുന്നേ നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലോ. അതിനുള്ള വഴിയൊക്കെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരൂടാ. ഇന്നേ അവന്റെ പിറന്നാളാന്ന് പറയാണ്. അവന്റെ ബർത്ത്ഡേ ആന്നുള്ള ദിവസം, ബർത്ത്ഡേ ആന്നുള്ള കാര്യം ഗീതുവിനൊന്നും അറിയത്തില്ല. അപ്പൊ അത് വെച്ച് നമുക്കൊരു കളി കളിക്കാന്ന് പറയണം. അവരെങ്ങനെ വലിയ പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കുവാണ്. ഈ സമയത്ത് ഇതെല്ലാം രേഖ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. കൊള്ളാം, തള്ളയുടെ മോന്റെ ബൂതി കൊള്ളാം. ഇത് എത്രയും പെട്ടെന്ന് ഗീതുവിനെ അറിയിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ രേഖ നേരെ ഗീതുവിന്റെ മുറിയിലേക്കും കൂടി ചെല്ലുവാണ്. ഗീതുവിന്റെ മുറിയിൽ ചെന്ന് കഴിയുമ്പത്തേനും ഗീതു കണ്ണാടി നോക്കി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് പൊട്ടൊക്കെ എടുത്ത് വെച്ചു. അല്ല, എന്തിനാ ഞാൻ ഒരുങ്ങുന്നേ? ആരെ കാണിക്കാൻ വേണ്ടി ഒരുങ്ങുന്നേ? ഒരുങ്ങിയിട്ടും വല്ല പ്രയോജനം ഉണ്ടെന്ന് തോന്നില്ല. ആരെ കാണിക്കാൻ വേണ്ടിയാണോ ഒരുങ്ങുന്നത്? അവർക്ക് തന്നെ ഒരു മൈൻഡും ഇല്ല. വെറുതെ എന്തിനാ ഈ ഒരുക്കം? പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് പറഞ്ഞ് സ്വയം ഇങ്ങനെ ആത്മാദം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് രേഖ അങ്ങോട്ട് വന്നു. രേഖ ഇത് കേട്ടു. രേഖ പറഞ്ഞു, ആരാ പറഞ്ഞു ഒരുങ്ങിയിട്ട് കാര്യമില്ലെന്ന്? പെട്ടെന്ന് ഗീതു കൊടുത്ത് ആരായി പറയണേ? ഗീതൊന്നും മനസ്സിലായില്ല. രേഖ വന്നതുപോലും ഗീതു അറിഞ്ഞിരുന്നില്ല. പിന്നീട് രേഖ അങ്ങോട്ട് കടന്നു ചെല്ലുവാണ് ഗീതുവിന്റെ മുന്നിലേക്ക്. ഗീതു നോക്കി ആകെ പഠിച്ച അമ്മലുണ്ടായി. അല്ല, എന്താ ഗീതു നീ ഇങ്ങനെ ഓരോന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചുമ്മാ ഓരോന്ന്. എനിക്ക് മനസ്സിലായടി മോളെ, ഈ പ്രണയം മൂത്ത് കഴിയുമ്പോഴേ നമ്മൾ കണ്ണാടിക്കകത്ത് നോക്കി സ്വയം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഞാൻ ഇതൊക്കെ കുറെ കണ്ടുള്ളതല്ലേന്ന് പറയണം. ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ പാസ് ചെയ്യുന്ന പോകുന്ന സമയത്ത് നീ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന കാണാം. പിന്നെ പോട്ടെ നിർത്തം കൂടെ വിടുവാണ്. അല്ല, ഇപ്പൊ എന്താ നിന്റെ പുതിയ പ്രശ്നം എന്ന് ചോദിക്കണം. ഒന്നുമില്ല. എന്തോ ഉണ്ട്, എനിക്കറിയാം. നിന്റെ ഉള്ളിൽ ഗോവിന്ദേട്ടനുള്ള പ്രണയമല്ലേ? അത് തുറന്നു പറ. അത് തുറന്നു പറയാനുള്ള പറ്റിയ സമയം എന്ന് പറയണ ഇപ്പം. അതെങ്ങനെ രേഖേച്ചി? എനിക്ക് അങ്ങനൊന്നും ഇല്ല. നീ കള്ളം പറയണ്ട ഗീതു. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കണ്ടതാ നിന്റെ ഉള്ളിലെ പ്രണയം എത്രമാത്രം ഉണ്ടെന്ന്. അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ഗോവിന്ദേട്ട ആ കുടിച്ച് ഫിറ്റായിട്ട് കയറി വരുന്ന സമയത്ത് ഗോവിന്ദന്റെ ഉള്ളിലുള്ള എല്ലാം പുറത്തിയാടിയിരുന്നു. എന്തൊക്കെയാ താഴെ വെച്ച് പറഞ്ഞാന്നറിയാവോ? അതും രാധികാമ്മയുടെയും വർണ്ണേട്ടന്റെ മുന്നിൽ വെച്ച്. എന്താ പറഞ്ഞത്? എന്റെ ഡാർലിംഗ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ഇതായിരുന്നു. അതൊക്കെ കേട്ട് രാധികാമ്മയുടെ മുഖം ഒന്ന് കാണണ്ടായിരുന്നു. ഗീതുവിന് ഭയങ്കര സന്തോഷമായി. ഗോവിന്ദേട്ടൻ തന്നെ ശരിക്കും സ്നേഹിക്കാൻ തുടങ്ങിയെന്നൊരു തോന്നല് ഗീതിന് മനസ്സിലുണ്ടാവുന്നുണ്ട്. ഗീതു പെട്ടെന്ന് പറഞ്ഞു, അതേ ഞങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കാൻ നടക്കാതെ വരുണേട്ടന്റെ മനസ്സ് കീഴടക്കാൻ നോക്കാൻ പറയണം. പെട്ടെന്ന് രേഖയുടെ മുഖം അങ്ങോട്ട് മാറി. അതിനെക്കുറിച്ചൊന്നും ഇനി ചിന്തിക്കാതിരിക്കുന്ന ഗീതു നല്ലത്. ഞാൻ മാക്സിമം പറഞ്ഞു നോക്കിയതാ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്താ. വരുണേട്ടൻ എൻ്റെ അടുത്ത് അടുക്കുന്നില്ല. ഇനിയിപ്പോ വരുണേട്ടൻ ഇഷ്ടമുള്ളപ്പോ എപ്പോഴേലും വരട്ടെ. ദൈവമായിട്ട് അങ്ങനെ ഒരു വിധി എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴെനിക്ക് ഒരു ടെൻഷനും ഇല്ല ഗീതെന്ന് പറയണം. ഗീതിന് ഭയങ്കര സങ്കടം വന്നു രേഖയുടെ കാര്യം ഓർത്ത് കഴിഞ്ഞപ്പം. അതെ, ഇന്ന് ഗോവിന്ദേട്ടന്റെ മനസ്സ് കീഴടക്കാനും ഗോവിന്ദേട്ടനോട് നിന്റെ പ്രണയം തുറന്നു പറയാനുള്ള ഒരു അവസരം ഉണ്ടെന്ന് പറയാം. അതെന്താ? ഇന്ന് ഗോവിന്ദേട്ടന്റെ പിറന്നാളാന്ന് പറയണം. ഇതൊരു അത്ഭുതമായിരുന്നു ഇത് കേട്ടപ്പം. ഇതെങ്ങനെ രേഖേച്ചിക്ക് മനസ്സിലായതാ? രാധികാമ്മ വരുണേട്ടൻ അവിടെ നിന്ന് സംസാരിക്കുന്ന ഞാൻ കേട്ടതാ. അവർ കുറെ പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നീ അതെല്ലാം പൊളിച്ചെടുക്കണം ഗീതു. ഇന്ന് വേണം നീ നിന്റെ ഉള്ളിലുള്ള രഹസ്യമൊക്കെ അങ്ങോട്ട് തുറന്ന് പറയാനായിട്ട്. ഇതിൽ പറ നല്ലൊരു ദിവസം എനിക്ക് കിട്ടാനില്ലെന്ന് പറയണം. നിന്റെ ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരിക്കും ഗോവിന്ദന് കൊടുക്കണ്ടേന്ന് പറയണം. ഗീതുവിന് സന്തോഷമായി. ഇത്രയും പറഞ്ഞിട്ട് രേഖ അങ്ങോട്ട് പോവാണ്. പിന്നീട് ഗീതു സ്വയം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പോയി നിൽക്കുക. നല്ല അവസരം, ഇതൊന്നും പാഴാക്കിക്കൂടാ. കുറെ കാലത്തിന് ശേഷം അങ്ങനെ താൻ ഗോവിന്ദനായിട്ട് വീണ്ടും ഇങ്ങനെ ഒന്നിക്കാൻ പോവാണ്. അങ്ങനെ കുറെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഗീതിന്റെ മനസ്സിലേക്ക് കടന്നു വരുമോ. പക്ഷെ എപ്പോഴും ഗീതിന്റെ ഉള്ളിൽ ചിന്തയുണ്ട്,
ഇനി തന്റെ സ്വപ്നങ്ങളൊക്കെ തല്ലിക്കെടുത്താൻ ആരും വരുവേ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെ ഒരുങ്ങിയൊക്കെ ഗീത നേരെ പുറത്തേക്ക് പോയിട്ട് ഇറങ്ങുവാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും അജാസ് വണ്ടി എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് അങ്ങോട്ട് നമ്മുടെ വിലാസിനെയും ബദ്രനും വരവ്. വിലാസിനെയും ബദ്രനെയും ഗീതനെ കണ്ടപ്പോഴത്തേനും ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ മോള് പോകാൻ തുടങ്ങണം, മോളെ ഒരു മിനിറ്റ്, എനിക്ക് മോളോട് സംസാരിക്കണം എന്ന് പറയും. അമ്മയ്ക്ക് എന്താ സംസാരിക്കാനുള്ള? എനിക്കല്ല, അച്ഛന് വേണ്ടിയിട്ടാ വന്നേ. അച്ഛനോ? അച്ഛനെന്താ പ്രശ്നം? അതെ, ഇനി മോളെ ഉള്ളു ഞങ്ങളെ സഹായിക്കാണ്ട്, മോള് കൈവിടില്ല കേട്ടോ. വേറെ ഒരിടത്തും പോകാൻ മുട്ടാൻ വാതിലുകൾ ഇല്ലാത്തോണ്ടാന്ന് പറയും. അജാസ് ഇറങ്ങി വന്നു. കൊള്ളാലോ, രണ്ടുപേരും കാലത്ത് തന്നെ അടുത്ത് ഊടായിപ്പോയിട്ട് ഇറങ്ങിയതാണെന്ന് ചോദിക്കും. ഗീത ചോദിച്ചു, എന്താ പ്രശ്നം, എന്നാന്ന് ചോദിക്കണം. അല്ല, അതെ, അച്ഛനു വേണ്ടി വാദിക്കാണ്ട് ഒറ്റ വക്കീല് പോലും വരുന്നില്ല. ആ ജഡ്ജിയുടെ അവിടെ പോയിട്ടെ, അറിയാലോ മോൾക്ക്, ആ ജഡ്ജി അസഭ്യം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ച കേസിലെ. ഓ അതാണോ? അല്ല, ഞാൻ പറഞ്ഞായിരുന്നു അച്ഛനോട് ജഡ്ജിനെ പോയി സ്വാധീനിക്കാൻ. അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയി ചെയ്തതല്ലേ. ഇപ്പൊ എന്നെ എന്താ വക്കീല് വരാത്തെ? അത് മോളെ, അതൊരു പ്രശ്നമുണ്ട്. എന്താ? ഈ അച്ഛൻ ഏതാണ്ട് കോപ്രായങ്ങളൊക്കെ അവിടെ നിന്ന് കാണിച്ചെന്നേ, ആ CCTV കൂടെ കണ്ടുവരും. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. അല്ല, അച്ഛൻ എന്ത് കോപ്രായ കാണിച്ചേ? അത് മോളെ, അത് പിന്നെ ഞാൻ ഈ കൈ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അജാസ് പറഞ്ഞു, അന്ന് പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത, പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗീതുവിന്റെ അച്ഛൻ ഇവിടെ നിന്ന് ഓടുമെന്ന് പറയാണ്. ഗീതുവിന് മനസ്സിലായി, എന്തോ വൃത്തിയുടെ അച്ഛൻ CCTVയുടെ മുമ്പിൽ പോയിന്ന് കാണിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വക്കീലന്മാര് പോലും അച്ഛന്റെ കേസ് ഏറ്റെടുക്കാത്തെ. പോരാത്തന്നെ ജഡ്ജിക്കെതിരെയല്ലേ. അപ്പൊ ആരെങ്കിലും അങ്ങനെ തയ്യാറാകുമോ മോളെ സഹായിക്കണമെന്ന് പറയാം. ഗീതു പറഞ്ഞതേ, ഇമാതിരി കേസുമായിട്ട് എൻ്റെ അടുത്ത് വരില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള. രണ്ടുപേരും പോകാൻ നോക്കി, എനിക്ക് ഇന്ന് സമയമില്ലെന്ന് പറയണം. മോളെ പ്ലീസ് മോളെ, എന്താ മോളെ ഇങ്ങനെയൊക്കെ? ഞങ്ങൾ അച്ഛനും അമ്മയല്ലേ, ആ ഒരു പരിഗണന എങ്കിലും തരാൻ പറയണം. അച്ഛനും അമ്മയൊക്കെ ആയിരുന്നു, പക്ഷേ നിങ്ങളുടെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ല. അച്ഛൻ കുറെ നാൾ പോയി കിടന്ന ജയിലിൽ പോയി കിടക്ക്. ജയിലിൽ പോയി കിടന്നുമ്പോൾ അച്ഛനും പഠിക്കും, വീട്ടിൽ അമ്മ തന്നെ നിന്നുമ്പോൾ അമ്മയും പഠിക്കും. അമ്മയ്ക്കേ ഇപ്പൊ ഇച്ചിരി അഹങ്കാരം കൂടുതലുണ്ട്. അച്ഛൻ ഇല്ലാതായാലും അമ്മ പഠിക്കുള്ളൂ എന്ന് പറയണം എന്നും പറഞ്ഞ് ഗീതു വണ്ടിയിലേക്ക് കയറാൻ നോക്കണം. മോളെ മോളൊന്നും പുറത്ത് വിളിച്ചു വന്നെങ്കിലും വിളിച്ചു വന്നെങ്കിലും അജാസ് പറഞ്ഞു, അതെ മോള് മൈൻഡ് ചെയ്യില്ല. നേരെ സ്ഥലം കലയിക്കോളം പറഞ്ഞിട്ട് അവർ കയറി പോവാണ്. അപ്പൊ വിലാസിന് പറഞ്ഞു, ഇവിടെ വരെ വന്നതല്ലേ, എന്തേലും ഫുഡെങ്കിലും കഴിച്ചിട്ട് പോവാം, ഓട്ടോക്കൂലെങ്കിലും മുതലാക്കണ്ടേന്ന് ചോദിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാറിൽ പോകുന്ന സമയത്ത് ഗീതു ഫ്രണ്ട് സീറ്റ് തന്നെ കയറി ഇരിക്കുകയാണ്. അപ്പൊ അജാസ് ചോദിച്ചു, എന്താ പറ്റി, ഇന്ന് ഫ്രണ്ട് സീറ്റ് തന്നെയാണല്ലോ കയറി ഇരിക്കണേന്ന് ചോദിക്കണം. ഏയ്, എനിക്കിപ്പോ അജാസിനെ വിശ്വാസമാണെന്ന് പറയാം. അതെന്താ അങ്ങനെ? ഒന്നുമില്ലേലും ഞാൻ പെങ്ങളല്ലേന്ന് ചോദിക്കൂ. ഓ അങ്ങനെ, ഗോവൻ സാർ ഇന്നലെ വന്നെല്ലാം പറഞ്ഞല്ലേന്ന് ചോദിക്കുവാണ്. അതെ, എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വന്നായിരുന്നു. അതാ ഇന്നലെ ഗോവൻ സാർ വല്ലാതെ മദ്യപിച്ച് കഴിഞ്ഞപ്പം ഗീതമാമിന്റെ ആ ഒരു സങ്കടം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, എത്രമാത്രം ഗോവിന്ദനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഗോവൻ സാറിനുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ തുറന്നു പറഞ്ഞെന്നുണ്ട്. നന്ദിയുണ്ട് കേട്ടോ, അതിനെല്ലാത്തിനും താങ്ക്സ് ഉണ്ട്. ഞാൻ ഇത്രയും കാലം കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഗോവിന്ദനോട് സ്നേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുവായിരുന്നാ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ലാന്ന് അജാസിനെങ്കിലും വരുത്തി തീർക്കാൻ പറ്റിയല്ലോ. പക്ഷെ എനിക്കൊരു സങ്കടമുള്ളൂ, ഞാൻ ഉണ്ടാക്കിയ തെളിവുകളെല്ലാം നശിച്ചു പോയല്ലോ അജാസ് എന്ന് പറയാം. അതോർത്താണ് മോൻ പേടിക്കുക. അതോർത്തൊന്നും പേടിക്കണ്ടെന്ന് പറയണം. പെട്ടെന്ന് ഗീത പറഞ്ഞു, അതോർത്ത് മാത്രമല്ല, ആ തെളിവുകളൊക്കെ ഉണ്ടാക്കാൻ എന്നോട് അജാസല്ലേ പറഞ്ഞത്. അജാസിന്റെ വാക്ക് വിശ്വസിച്ചാണ് ഞാനതെല്ലാം ഉണ്ടാക്കിയത്. അവസാനം എനിക്ക് അതൊന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലോ എന്ന് പറയണം. അതൊന്നും ഓർത്ത് മാം വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, നമുക്കിനി അവസരം കിട്ടുമെന്ന് പറയണം. അല്ല, അജാസിന് എന്നെ സഹായിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുകയാണ്. ഞാനെങ്ങനെ സഹായിക്കാനാ? അല്ല, തെളിവ് വീണ്ടെടുക്കാനായിട്ട്. ഓഹോ അങ്ങനെയാണോ? അതെ, നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ കൂടെ അങ്ങ് നിർത്തിയേക്കാം. എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല മാം, കാരണം ഞാൻ ഉണ്ട ചോറിന് നന്ദി കാണിക്കണമല്ലോ എന്ന് പറയുന്നുണ്ട്. കാരണം മുമ്പ് അജാസ് ജാതികാമ്മയുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നേ. പക്ഷെ ഇപ്പോഴാണ് ഗോവിന്ദ് പറഞ്ഞിട്ട് ഗീതുവിനെ സപ്പോർട്ടായിട്ട് വന്നേക്കുന്നത്, ഗീതുവിന്റെ സെക്യൂരിറ്റി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അജാസിന്റെ പറച്ചിലിടും ഗീതുവിന് ദേഷ്യം വന്നു. പെങ്ങളാന്ന് പറഞ്ഞിട്ട് പെങ്ങളെ ഒരു സഹായിക്കേണ്ട കടമ ആങ്ങളൊക്കെയുണ്ടോ? ഇല്ലല്ലോ, എന്നിട്ട് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു പറയണം. പെട്ടെന്ന് അജാസ് പറഞ്ഞു, മാഡം വേറെ എന്തെങ്കിലും കാര്യം പറ, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞു. ഓ എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, അന്താരാഷ്ട്ര കാര്യങ്ങളായാലോ, എന്നാ കുഴപ്പമുണ്ടോന്ന് ചോദിക്കണം. വെറുതെ അല്ല ഗോവിന്ദ് സാറുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്, ഇപ്പോഴല്ല കാര്യം പിടികിട്ടിയെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നേരെ വിജയലക്ഷ്മിയുടെ വീട്ടിലേക്കാണ് ഗീത ചെല്ലുന്നത്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും വിജയലക്ഷ്മി പൂജാമുറിയിലായിരുന്നു. ഗീത നേരെ കയറി ചെല്ലുവാണ്. പെട്ടെന്ന് വിജയലക്ഷ്മി തിരിഞ്ഞു നോക്കി ഗീതനെ കണ്ടു. ഗീതനെ കണ്ടു ഭയങ്കര സന്തോഷമായി. അതെ, ഇന്നൊരു വിശേഷപ്പെട്ട ദിവസം, അതാ ഞാനിവിടെ പൂജാമുറി നിന്നേന്ന് പറയും. അതെന്താ? അതിന്ന് നിന്റെ ഗോവിന്ദന്റെ പിറന്നാളല്ലേ നിൽക്കൂ. ഓ അതോ, അതൊക്കെ ഞാൻ എപ്പോഴും അറിഞ്ഞെന്ന് ചോദിക്കണം. നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു, ബർത്ത്ഡേ ആന്നുള്ള കാര്യം. അതെ, ശരിക്കും ബർത്ത്ഡേ എന്നാണെങ്കിലും പിറന്നാള് നാളെ വരുന്ന ദിവസം കഴിഞ്ഞു പോയെന്ന് പറയാം. അത് കഴിഞ്ഞു പോയി, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, നീ അന്ന് ക്ഷേത്രത്തിൽ പോവുകയും ചെയ്തായിരുന്നു. നിന്റെ കണ്ണേട്ടിന് വേണ്ടിയിട്ട് നീ എല്ലാ കാര്യങ്ങളും ചെയ്തായിരുന്നു, പൂജകളൊക്കെ ചെയ്തായിരുന്നു പറയാം. ഞാനോ? എന്ന്? അതന്ന് ശയനപ്രദക്ഷിണം നടത്താൻ പോയില്ലേ, അന്നായിരുന്നു ശരിക്കും ഗോവിന്ദന്റെ പിറന്നാള് നാളെ വരുന്ന ദിവസം. അന്നാ നീ ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞു.
ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതുവിന് വല്ലാത്ത സന്തോഷമായിപ്പോയി. ഗീതു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നത്. ഗീതു പിന്നീട് വിജയലക്ഷ്മിയോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടും ഗീതുവിൻ്റെ ഉള്ളിൽ ഗോവിന്ദനെ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാം. അതെങ്ങനെ പറയും എന്നൊരു ചിന്ത ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.